നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 അനിഴ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമേ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അനിഴ നാളുകാർക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരുമെങ്കിലും അതിനെയെല്ലാം കൈകാര്യം ചെയ്ത് മുന്നേറാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നിരുന്നാലും അവയൊക്കെ ഇവരുടെ മനസ്സിനെ വൃഥ അലട്ടിക്കൊണ്ടിരിക്കും. ആയതിനാൽ തന്നെ എല്ലായ്പ്പോഴും ഇവർ ചിന്താകുലരായാണ് കാണപ്പെടുന്നത്. നിസ്സാര കാര്യങ്ങളിൽ ചഞ്ചലപ്പെടുന്ന മനസ്സാണ് അനിഴ നാളുകാരുടേത്. തങ്ങൾ നേരിടുന്ന വ്യാകുലതകളെക്കുറിച്ച് മറ്റുള്ളവരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പൊതുവെ സമാധാനപ്രിയരായ അനിഴ നാളുകാർ ഈശ്വരവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും. നല്ല മുഖകാന്തിയും തിളക്കവുമുള്ള കണ്ണുകളായിരിക്കും ഇവരുടേത്. ദൃഢനിശ്ചയക്കാരും പരിശ്രമശാലികളുമായ അനിഴ നാളുകാർ ഏത് പ്രതിസന്ധിയിലും നിന്നും കരകയറുന്നവരുമാണ്. അനിഴ നക്ഷത്രക്കാരായ സ്ത്രീകൾ ആഡംബര പ്രേമികളായിരിക്കും. നല്ല സ്വഭാവശുദ്ധിയും കുലമഹിമയുമുള്ള ഇവർ ഭർത്താവിലും ഗുരുക്കന്മാരിലും ഭക്തിയുള്ളവരുമാണ്. അന്തസ്സും അഭിമാനവുമുള്ള അനിഴ നാളുകാർ പിണങ്ങിയാൽ ഇണങ്ങാത്തവരും സ്വാർത്ഥരുമാണ്. ചില അവസരങ്ങളിൽ ഇവർ അധികാരശക്തിക്ക് വേണ്ടി സ്വന്തം സ്ഥാനത്തെ തെറ്റായി ഉപയോഗിക്കാറുമുണ്ട്. സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ശോഭിക്കുന്ന ഈ നാളുകാർ സംഗീതാദി കലകളിൽ മികവ് പുലർത്തുന്നവരാണ്. അനിഴ നക്ഷത്രക്കാർക്ക് 2024 ഗുണഫലങ്ങൾ പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് പലവിധത്തിലുമുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വരും. സാമ്പത്തികമായ ചെലവുകൾ വർദ്ധിച്ചു വരുന്നത് മാനസിക വിഷമങ്ങൾക്ക് കാരണമാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പലവിധത്തിലും കാലതാമസം നേരിടേണ്ടി വരും. ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും തടസ്സം നേരിടേണ്ടതായി വരുന്നതാണ്. ബിസിനസ്സുകാർ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ് രംഗത്ത് ശക്തമായ മത്സരങ്ങൾ നേരിടേണ്ടി വരും. എങ്കിലും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളെല്ലാം സമീപിക്കുന്നതിലൂടെ വിജയം കണ്ടെത്തുവാൻ അനിഴ നാടുകാർക്ക് ഈ വർഷം സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ധനസഹായം ലഭ്യമാകുന്നതിലൂടെ ഗൃഹനിർമ്മാണം തുടങ്ങിവെക്കുവാനോ തുടങ്ങിയത് പൂർത്തീകരിക്കുവാനോ സാധിക്കുന്നതാണ്. ജീവിത പങ്കാളികൾ തമ്മിൽ പലപ്പോഴും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാവുകയും നിസ്സാരമായ കാര്യങ്ങൾക്ക് പിണങ്ങിക്കഴിയേണ്ട സാഹചര്യം വന്നു ചേരുകയും ചെയ്യും. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ള സമീപനങ്ങൾ പല അവസരങ്ങളിലും മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. പ്രമേഹം, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ അലട്ടുന്നതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറിവരും. ഗൃഹം കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. പലപ്പോഴും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകേണ്ട സാഹചര്യമുണ്ടാകും. വീട് മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ടാവുകയും തൻ്റേതല്ലാത്ത തെറ്റുകളുടെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ പലവിധത്തിലുമുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നത്
മാനസികമായ വിഷമങ്ങൾക്ക് കാരണമാകും. ശത്രുക്കളുടെയും വിരോധികളുടെയും ശല്യം വർദ്ധിച്ചു വരികയും സ്ത്രീകൾ നിമിത്തം അപവാദങ്ങൾ കേൾക്കാൻ ഇടവരികയും ചെയ്യുന്നതാണ്. അഗ്നി, വാഹനം എന്നിവയിൽ നിന്നും അപകടം നേരിട്ടേക്കാം. ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കേണ്ട സാഹചര്യം വരും. മറ്റുള്ളവരുമായി അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. ബന്ധുക്കളുടെയോ ഉറ്റമിത്രങ്ങളുടെയോ വിയോഗം ഈ വർഷം ഉണ്ടായേക്കാം. പലപ്പോഴും അകാരണമായ ഭയങ്ങൾ മനസ്സിനെ ബാധിക്കും. കലാരംഗത്തും കായിക സാഹിത്യരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ മേഖലകളിൽ നൂതനങ്ങളായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും സാധിക്കും. ഈ വർഷം സുഹൃത്തുക്കളോടൊപ്പം വിനോദ തീർത്ഥയാത്രകൾ നടത്തുന്നതാണ്. അനിഴം നാളുകാർ ബുധൻ, സൂര്യൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാരത്തിനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഇവർ ശനിയാഴ്ചയും അനിഴ നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ശനീശ്വര പൂജ നടത്തുകയും കൂടാതെ അനുജന്മ നക്ഷത്രങ്ങളായ പൂയം, ഉത്തിട്ടാതി മുതലായ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കേണ്ടതുമാണ്. കൂടാതെ രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുകയും യുഗ്മരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളിയെയും പൂജിക്കേണ്ടത് ആവശ്യമാണ്. ഭരണി ഇവർക്ക് വേദനക്ഷത്രമായതിനാൽ ഭരണനാളുകാരുമായുള്ള വിവാഹബന്ധങ്ങൾ ഒഴിവാക്കേണ്ടതാണ്.